നമസ്കാരം. കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാമതും വരാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ എന്ത് മൂല്യമാണ് ഒരു വ്യക്തി, ഭരണാധികാരി, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് സംഗതമായിരിക്കും എന്ന് വിചാരിക്കും. പിണറായി വിജയൻ്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിലെ ഏറ്റവും കലുഷിതമായ RSS കോൺഗ്രസ് പ്രവർത്തകർ, നിരവധി CPM പ്രവർത്തകരൊക്കെ കൊല ചെയ്യപ്പെട്ട ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കളരി, അതിലാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് പടർന്ന് പന്തലിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 15 വർഷത്തോളം അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ 15 വർഷവും അതിൽ വലിയ ഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ 1964 പാർട്ടി CPIയിൽ നിന്ന് പിളർന്നു പോരുമ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ ഇറങ്ങിപ്പോന്ന PB അംഗങ്ങളിൽ ഒരാളായ VS അച്യുതാനന്ദൻ, ആ VS അച്യുതാനന്ദനെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയും പാർട്ടിയിൽ ഇല്ലാതാക്കാനാണ്. ആ 15 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം, പിണറായി വിജയൻ, VS ഗ്രൂപ്പിനെ തീർത്തും ഇല്ലാതാക്കി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടനയനുസരിച്ച് അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു എന്നല്ലാതെ ഒരു ജനകീയമായ എന്തു മൂല്യം, എന്തൊരു മേന്മ അദ്ദേഹത്തിനുണ്ട് എന്ന് പരിശോധിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ടും അവിടുത്തെ മുഖ്യമന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, അവരുമായൊക്കെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തേണ്ടതാണ്. കേന്ദ്രത്തിലെ മന്ത്രിമാർ, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ, അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തേണ്ടതാണ്. അങ്ങനെ ആശയവിനിമയം നടത്തുന്ന ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മലയാളവും ഇംഗ്ലീഷും സാമാന്യം നന്നായിട്ട് അറിയണം. ഞാൻ ഈ അടുത്ത ഒരു 2 വർഷം മുമ്പാണ് NDTVയുടെ ഒരു അഭിമുഖ പരിപാടി, അതിൽ ചന്ദ്രബാബു നായിഡു, അതുപോലെ MK സ്റ്റാലിൻ, പിണറായി വിജയൻ എന്നിവരൊക്കെ പങ്കെടുത്തു. ചന്ദ്രബാബു നായിഡു അഴിമതിയെക്കുറിച്ച്, അഴിമതി ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്നത്തെ ആങ്കറായിരുന്നത് രാജ്ദീപ് സർദേശായി ഒരു ചോദ്യം പിണറായി വിജയനിലേക്ക് കൊടുത്തു. പിണറായി വിജയൻ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതേപോലെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ നടക്കുന്ന അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ എഴുതി കൊണ്ടുവന്നത് വായിക്കുക എന്നതൊരു അവസ്ഥ മാത്രമാണ്. ഇത് സത്യത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്, വിദ്യാസമ്പന്നരായ ഒട്ടേറെ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് താമസിക്കുന്ന ഒരു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അനുഗുണമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ ഒരു രീതി, ഇപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞാൽ എല്ലാം ആയി എന്ന അർത്ഥത്തിലല്ല, ഇംഗ്ലീഷും അറിയേണ്ടതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ, പിണറായി വിജയൻ കേരളത്തിന് നൽകിയിട്ടുള്ള, മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് എന്താണ്? നികൃഷ്ടജീവി, കുലംകുത്തി, പരനാറി, കടക്കുപുറത്ത്, ഇങ്ങനെ തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊരു ഈ തരത്തിൽ നമ്മൾ എതിരാളികളോടായാലും, അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകരോടായാലും ആ ആളുകളുടെ പെരുമാറ്റ രീതികൾ എന്താണ് എന്ന് നമ്മൾ, അഹങ്കാരം, നമ്മൾ വെറുതെ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ ശത്രുക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യമല്ല. ഒരു സ്വന്തം ആളുകളോടും അതേപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളോടും പലതരത്തിലുള്ള, രാഷ്ട്രീയ എതിരാളികളോട് പലതരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ കഥ, അവിശുദ്ധമായ കച്ചവടത്തിൻ്റെ കഥ ഒരു പക്ഷേ ബെർലിൻ കുഞ്ഞനന്ദൻ നായരും അതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തുകയുണ്ടായിരുന്നു. ഒരു ബസ്സിൽ മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും ചേർന്നൊരു യാത്ര. ആ മന്ത്രിസഭാംഗങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു യാത്ര, അത് സർക്കാരിൻ്റെ പരിപാടിയായിട്ടാണ് നടത്തുന്നത്. ആ സർക്കാരിൻ്റെ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇത്തരം ഒരുപാട് പ്രതിഷേധങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്കും പുറത്തേക്കും ഈ പ്രവർത്തിക്കുകയൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിനെതിരായ ചില കരിങ്കൊടി പ്രകടനങ്ങൾ നടന്നു.
ആ കരിങ്കൊടി പ്രകടനങ്ങളെ നേരിട്ടത് ആരാണ്? പോലീസ് നേരിടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതേ സമയത്ത് പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടിക്കാർ, ഡിവൈഎഫ്ഐക്കാരും CITUക്കാരുമാണ് ആ പ്രതിഷേധത്തെ നേരിട്ടത്. അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. ആ അടിച്ചൊതുക്കുന്നതിനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. ഇത്തരം എന്തുമാത്രം ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, നേരത്തെ തന്നെ ഇന്ദിരാഗാന്ധി, അടിയന്തരാവസ്ഥയൊക്കെ നടപ്പാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധി പോലും JNUവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ആളുകളോട് സംസാരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധവും കൂടി ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ ആ രീതിയിൽ കാണാനുള്ള ഒരു കാര്യം. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ സച്ചിദാനന്ദനെ പോലെയുള്ള കവികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് പറയുന്നത്, താൻ പോരിമ, തന്നെ പുകഴ്ത്തുക. ഇപ്പൊ ദൈവം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന ആൾക്കാർ, പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാർ ദൈവത്തെ പോലെയാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പോൾ അത് കോവിഡ് കാലത്താണ് എന്നതാണ് ലോകത്തെങ്ങും പാർട്ടി വികസിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്നൊക്കെ തരത്തിൽ, കേരളത്തിൻ്റെ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയനെ പറ്റി പ്രകീർത്തിക്കുന്ന, വ്യക്തിപരമായി പ്രകീർത്തിക്കുന്ന പാർട്ടികൾ, ഒരു ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അതിനെ ശാസിക്കുക, ഏറ്റവും മിനിമം ശാസിക്കുകയും ചെയ്യേണ്ട ഒരു ചുമതല പിണറായി വിജയനുണ്ടായിരുന്നു. ഇപ്പോൾ ആ തരത്തിൽ വ്യക്തിപരമായ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ നികൃഷ്ടജീവി എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച താമരശ്ശേരി ബിഷപ്പ് എന്തിൻ്റെ പേരുന്നത്? അത് മത്തായി ചാക്കോ, യശശരീരനായ ബഹുമാന്യ മുൻ MLA മത്തായി ചാക്കോ അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്ത് അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനാണ് തിരുവമ്പാടിയിൽ പോയി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. അതേ സമയത്ത് നമ്മൾ കാണുകയാണ് എവിടെ, ഈ ശബരിമല പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ അടുത്തിരുത്തിക്കൊണ്ട് ഇത് പഴയ വിജയനല്ല, ഇദ്ദേഹം ഭക്തനാണ് എന്ന് പറയുന്നു. ഒരു വാക്കുപോലും അതിനെപ്പറ്റി പറയാതെ ആ ഭക്തനാണ് എന്ന വാഴ്ത്തിപ്പാട്ട്, അതൊരു വാഴ്ത്തുപാട്ടാണെങ്കിൽ ആ വാഴ്ത്തുപാട്ട് സ്വീകരിച്ച് നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ കാണുകയാണ്. ഭരണരംഗം വിശേഷിപ്പിക്കുമ്പോൾ ഈ അടുത്ത കാലത്താണ് PM ശ്രീയിൽ ഒപ്പിട്ട ഒരു കാര്യം ഉണ്ടായത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, PM ശ്രീയിൽ ഒപ്പിടില്ല. PM ശ്രീ എന്ന് പറയുന്നത് കാവ്യവൽക്കരണമാണ്, NEP കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞത് ഇതേ പിണറായി വിജയനാണ്. അതേ സമയത്ത് അതിന് വിരുദ്ധമായ രീതിയിൽ അത് ഒപ്പിടുകയാണ്. അപ്പൊ നമ്മളൊരു 3 കാര്യങ്ങൾ കാണണം. ഒന്നുകിൽ എന്താണ്, പിണറായി വിജയൻ പാർട്ടിയോട് ആലോചിച്ചില്ല, മുന്നണിയോട് ആലോചിച്ചില്ല, മന്ത്രിസഭയിൽ ആലോചിച്ചില്ല, ഇതൊന്നും ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ പിണറായി വിജയൻ അറിയാതെ ഉദ്യോഗസ്ഥന്മാർ പോയി ഒപ്പിട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു കഴിവുകേടാണ് പറയുന്നത്. ഇതൊന്നുമല്ലെങ്കിൽ പിണറായി വിജയനെ ഏതെങ്കിലും കേസിൻ്റെയോ മറ്റോ ഭാഗമായി അമിത്ഷായും മോദിയും ഒരു ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒപ്പിടുവിച്ചു എന്ന് പറയണം. എങ്ങനെ നോക്കിയാലും ഈ സംസ്ഥാനത്തിൻ്റെ മുന്നണിയിലോ രാഷ്ട്രീയത്തിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഏകാധിപത്യപരമായ നിലപാടിലൂടെ സംസ്ഥാനം ഇതുവരെ കാത്ത, പാർട്ടി ഇതുവരെ കാത്ത മൂല്യങ്ങളെപ്പോലും തകർക്കുന്ന, അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന ഒരു ഏകാധിപതി, ഒരു രാജ സങ്കല്പമാണ് അത്. സത്യത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക്, അതിൻ്റെ മതേതരത്വ മൂല്യങ്ങൾക്ക്, അതിൻ്റെ പുരോഗതിക്ക്, ഇതിൻ്റെ പുതിയ തലമുറയോട് ചെയ്യുന്ന ഒരു തലമുറയോട് നീതി കാണിക്കേണ്ടതുണ്ട്. ഇത് ഈ പിണറായി വിജയനെ പോലെ ഒരാൾ ഇനിയും ഒരു മൂന്നാമതൊരു ഊഴത്തിന് വേണ്ടി വരുന്നത് സംസ്ഥാനത്തിന് അഭികാമ്യമല്ല. അത് പാർട്ടി തന്നെ അല്ലെങ്കിൽ മുന്നണി തന്നെ പുനഃപരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.